ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 6 ധ്യാനയോഗം. ശ്ലോകം 24. സനിശ്ചയേന യോക്തവ്യോ യോഗോ നിർവിണ്ണചേതസാ സങ്കൽപ്പപ്രഭവാൻ കാമാൻ സ്ഥിത്വാ സർവാനശേഷതഃ മനസ്സൈവേന്ദ്രിയക്രാമം വിനിയമ്യ സമന്തതഃ. വിവർത്തനം: സ്ഥൈര്യത്തോടും വിശ്വാസത്തോടും കൂടി വേണം യോഗാ പരിശീലനത്തിൽ ഏർപ്പെടുവാൻ. വഴിമാറുകയുമരുത്. മനസ്സിൽ തോന്നിയ ഭൗതികങ്ങളായ എല്ലാ ആഗ്രഹങ്ങളും ഒന്നൊഴിയാതെ ഉപേക്ഷിക്കുകയും മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിക്കുകയും വേണം. ഭാവാർത്ഥം: യോഗാ പരിശീലകന് സ്ഥിരനിശ്ചയം വേണം. അയാൾ ക്ഷമയോടെ വഴി തെറ്റാതെ പരിശീലനം തുടരുകയും വേണം. ആത്യന്തിക വിജയം നേടുമെന്നുറച്ചുകൊണ്ട് സ്ഥിരോത്സാഹത്തോടെ പ്രവർത്തിക്കണം. വിജയപ്രാപ്തിക്ക് തെല്ല് താമസമുണ്ടായെന്ന് വന്നാലും നിരുത്സാഹപ്പെട്ടുകൂടാ. ദൃഢവ്രതനായ പരിശീലകന് വിജയം തീർച്ചയാണ്. ഭക്തിയോഗത്തെപ്പറ്റി രൂപഗോസ്വാമി പറയുന്നു: ഉത്സാഹാന്നിശ്ചയാത് ധൈര്യാത് തത്തത് കർമ്മ പ്രവർത്തനാത് സംഗത്യാഗാച്ഛ തേ വൃദ്ധേ ഷഡ്ഭിർ ഭക്തി പ്രസിദ്ധ്യതി. ഹൃദയംഗമമായ ഉത്സാഹം കൊണ്ടും നിരന്തര പ്രയത്നം കൊണ്ടും ദൃഢനിശ്ചയം കൊണ്ടും ഭക്തന്മാരുടെ സത്സംഗത്തിൽ നിർദ്ദിഷ്ടങ്ങളായ കർമ്മങ്ങൾ നിറവേറ്റുന്നതുകൊണ്ടും എപ്പോഴും സാത്വിക കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതുകൊണ്ടും ഒരാൾക്ക് ഭക്തി യോഗ സാധനയിൽ വിജയം കൈവരിക്കാം. ഉപദേശാമൃതം 3. ദൃഢനിശ്ചയത്തിൻ്റെ കാര്യത്തിൽ മാതൃകയാക്കേണ്ടത് തൻ്റെ മുട്ടകൾ കടലിൽ നഷ്ടപ്പെട്ടു പോയ കുരുവിയെയാണ്. ഒരു കുരുവി കടൽ തീരത്ത് മുട്ടയിട്ടു. പക്ഷേ സമുദ്രം തിരയടിച്ച് ആ മുട്ടകളെ കൊണ്ടുപോയി. കുരുവി വ്യസനിച്ച് തൻ്റെ മുട്ടകൾ തിരിച്ചു തരണമെന്നാവശ്യപ്പെട്ടിട്ടും അതിന് കുലുക്കമുണ്ടായില്ല. അപ്പോൾ കുരുവി സമുദ്രത്തെ വറ്റിക്കണമെന്നുറച്ചു. ചെറിയ കൊക്കിൽ കൊള്ളാവുന്നിടത്തോളം വെള്ളമെടുത്ത് കരയിൽ ഒഴിച്ചു തുടങ്ങി. അസാധ്യ കാര്യത്തിനായി ശ്രമിക്കുന്ന ആ കുരുവിയെ എല്ലാവരും പരിഹസിച്ചു ചിരിച്ചു. ഈ പ്രവൃത്തിയുടെ കാര്യം നാടെങ്ങും അറിഞ്ഞു. വിഷ്ണുദേവന്റെ വാഹനമായ ഗരുഡനും ഒടുവിൽ കേൾക്കാനിടയായി. തൻ്റെ ആ കൊച്ചു സഹോദരിയോട് ദയ തോന്നി ഗരുഡൻ അങ്ങോട്ട് ചെല്ലുകയും കുരുവിയുടെ നിശ്ചയദാർഢ്യം കണ്ട് വളരെയധികം സന്തോഷിക്കുകയും ചെയ്തു. അദ്ദേഹം കൊച്ചു കിളിയെ സഹായിക്കാമെന്നേറ്റു. മുട്ടകൾ വേഗം കുരുവിക്ക് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ താനും ആ കിളിയുടെ പ്രവൃത്തിയിൽ പങ്കെടുക്കുമെന്ന് സമുദ്രത്തെ അറിയിച്ചു. ഇതു കേട്ടപ്പോൾ സമുദ്രത്തിന് ഭയമുണ്ടായി. മുട്ടകൾ തിരികെ കൊടുത്തു. അങ്ങനെ ഗരുഡന്റെ അനുഗ്രഹത്താൽ കുരുവിക്ക് സന്തോഷമായി. അതുപോലെ യോഗാനുഷ്ഠാനം, വിശേഷിച്ച് കൃഷ്ണാവബോധത്തോടെയുള്ള ഭക്തിയോഗം പ്രയാസമേറിയ ഒന്നാണെന്ന് തോന്നാം. പക്ഷേ ദൃഢനിശ്ചയത്തോടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നു വരുമ്പോൾ ഭഗവാൻ തീർച്ചയായും ഭക്തനെ സഹായിക്കും. സ്വയം സഹായിക്കുന്നവനാണ് ഈശ്വര സഹായം ലഭിക്കുക. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.